സക്സസ് ലാബിലേക്ക് സ്വാഗതം. എല്ലാവരോടും ഒരു ചോദ്യം, ഒരു ചെറിയ ചോദ്യം. നമ്മുടെ മനസ്സ് അത് നമ്മളെ സഹായിക്കേണ്ടതാണോ അല്ലെങ്കിൽ നമ്മളെ തന്നെ തകർക്കാനാണോ? സത്യത്തിൽ നമ്മുടെ മനസ്സ് നമ്മുടെ ജോലിക്കാരനാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ തന്നെ അതിനെ ശത്രുവാക്കി മാറ്റുന്നു. നമ്മൾ കോപം പിടിപ്പിക്കുന്നു, വൈരാഗ്യം വെക്കുന്നു, ഒരാളിനെ വെറുക്കുന്നു. പക്ഷെ ഒരിക്കൽ ചിന്തിച്ചു നോക്കൂ, ഇവയെല്ലാം നമ്മൾ തന്നെ കുടിക്കുന്ന വിഷം പോലെയാണ്. പിന്നെ പ്രതീക്ഷിക്കുന്നത് മറ്റൊരാൾക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്നാണ്. പക്ഷെ ജീവിതം അങ്ങനെ പ്രവർത്തിക്കില്ല. വിഷം കുടിക്കുന്നത് നാം തന്നെയാണ്. അതിനാൽ ബാധിക്കുന്നതും നമുക്ക് തന്നെയാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്: ലോകത്തെ ശരിയാക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ശരിയാക്കണം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരാൾക്ക് വലിയൊരു രോഗമുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ചികിത്സ വേണം, സമയം വേണം, പണം വേണം. പക്ഷേ രോഗി പറഞ്ഞു, എനിക്ക് അത്രയ്ക്കൊന്നും സാധിക്കില്ല, കുറച്ചെന്തെങ്കിലും ചെയ്യാമോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ റിപ്പോർട്ട് തന്നെ ഒന്ന് കറക്റ്റ് ആക്കാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? പ്രശ്നം ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വെറും ചിന്ത കൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്നത് പ്രായോഗികമല്ല. ചിന്ത സഹായിക്കും, പക്ഷെ ശരിയായ ചികിത്സ, പ്രവൃത്തി അതും വേണം. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ തന്നെ നമ്മെ ബാധിക്കുന്നു. അത് ശരീരത്തെയും ജീവിതത്തെയും വരെ സ്വാധീനിക്കും. പക്ഷെ പ്രശ്നം വന്നു കഴിഞ്ഞ് മാത്രം പോസിറ്റീവായി ചിന്തിച്ചാൽ മതി എന്ന് കരുതുന്നത് എപ്പോഴും മതിയാകില്ല. ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ തന്നെ നമ്മളെ പീഡിപ്പിക്കരുത്. മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചാൽ നമുക്ക് മാറി നിൽക്കാം. പക്ഷെ നമ്മൾ തന്നെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ എവിടെ പോകും? അതുകൊണ്ട് മനസ്സ് നമ്മുടെ ശത്രു അല്ലാതെ നമ്മുടെ കൂട്ടുകാരനായി മാറണം. ഒരു കാര്യം കൂടി ചിന്തിക്കൂ. നീ ഒരു ദിവസം മുഴുവൻ ആശുപത്രിയിൽ പോയി കണ്ടാൽ മനസ്സിലാവും ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുള്ള ആളുകളാണുള്ളതെന്ന്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറാം. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയാമോ? നീ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നീ സന്തോഷവാനാണെങ്കിൽ ലോകം തന്നെ മനോഹരമാകും. നീ ഉള്ളിൽ സമാധാനത്തിലാണെങ്കിൽ നീ ചെയ്യുന്ന എല്ലാം ശരിയാകും. പക്ഷെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടായാലും ഫലം തെറ്റിപ്പോകും. ആദ്യം മനസ്സ് ശരിയാക്കുക, പിന്നെ ജീവിതം തന്നെ ശരിയാകും. കാരണം അവസാനം സത്യം ഇതാണ്: നീ മാറ്റേണ്ടത് ലോകമല്ല, ആദ്യം നീ തന്നെയാണ്.